സ്വന്തം വസ്തുവകകൾ പോലും സാധാരണക്കാരന് വേണ്ടി എഴുതി കൊടുത്ത് ഒരു സെന്റ് ഭൂമി പോലും സ്വന്തമായില്ലാതെ ചുമന്ന കൊടിയാണ് എന്റെ സ്വന്തമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളുടെ തിരുവനന്തപുരത്തെ കടൽ തീരത്തിലൂടെ വൈകുന്നേരത്തെ സായാഹ്നങ്ങളിൽ കടല കുറിച്ച് നടന്നു നീങ്ങുന്ന ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹത്തെ കുറിച്ച് തിരുവനന്തപുരം ജില്ലയിലെ ആളുകൾക്കറിയാമായിരുന്നു. ആ ഇടതുപക്ഷ വിജയം മികവുറ്റതായിരുന്നു. ചാൾസ് സാറിനെയാണ് തോൽപ്പിച്ചത്. അതിന്റെ ആവർത്തനം വരികയാണ് ഈ തെരഞ്ഞെടുപ്പിൽ, ഒരു സംശയവും വേണ്ട. 26-ാം തീയതി കഴിഞ്ഞും ഞാൻ ഇവിടെ വരും, ഒരു തർക്കവും വേണ്ട. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഡോക്ടർ ശശി തരൂരിനോട് ബാക്ക് ടു ഹോം എന്ന് പറയും ജനങ്ങൾ. ബാക്ക് ടു ഹോം, വീട്ടിലേക്ക് പോകൂ. ഏതൊരു ഉത്തരവാദിത്വം നിറവേറ്റാതെ സുഖലോലുപതയാണ് എന്റെ പാർലമെന്റ് രംഗമെന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞ 15 വർഷക്കാലം സാധാരണക്കാരോടൊപ്പം ജീവിക്കാൻ കഴിയാത്ത, അഭിപ്രായം പറയാൻ കഴിയാത്ത, എ ക്ലാസ് ജീവിതം മാത്രം നയിക്കുന്ന ഒരു മനുഷ്യനെ ഇനി വേണ്ട എന്ന് ജനങ്ങൾ തീരുമാനിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അത് മാത്രമാണോ? ഡോക്ടർ ശശി തരൂരിന്റെ ഭാഷയും രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഷയും ഒന്നാ. പ്രധാനപ്പെട്ട രാജ്യം ഉറ്റുനോക്കുന്ന വിഷയങ്ങളിൽ ഡോക്ടർ ശശി തരൂർ എടുത്ത നിലപാടുകളൊക്കെ BJP എടുക്കുന്ന നിലപാടിന് തുല്യം ചാർത്തുന്നതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പോൾ പാർലമെന്റിൽ ഏതൊക്കെ അവസരങ്ങളിൽ പ്രസംഗിച്ച ക്ലിപ്പുകൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു റീൽസായി. പക്ഷെ ഞാൻ പറയുന്നു, ഡോക്ടർ ശശി തരൂർ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJPയിലേക്ക് ചേക്കേറും എന്നുള്ള കാര്യം അവർക്ക് വേണ്ടി വോട്ട് പിടിക്കുന്ന കോൺഗ്രസുകാർ നെഞ്ചിൽ കൈവച്ച് ഉറപ്പിക്കേണ്ടതാണ്. അതിന് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യം അദ്ദേഹത്തിന്റെ ശരീരഭാഷയും വർത്തമാനവും അതാണ്. അത് മനസ്സിലാക്കിയ പ്രവർത്തകരാണ് ആവേശഭരിതമല്ലാതെ അദ്ദേഹത്തിന് അകന്ന് ഈ പര്യടനത്തിൽ നിന്ന് വിട്ടുനിന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പിക്കുക. ഞാൻ അതുകൊണ്ട് ആരെയും വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. ജനങ്ങളോടൊപ്പം നിൽക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ, വിദ്യാഭ്യാസം പൂർത്തിയാക്കാനുള്ള തന്റെ യാത്രയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ബീഡി തൊഴിലാളിയാകേണ്ടി വന്ന ഒരു സാധാരണക്കാരൻ, രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മുന്തിയ പരിഗണനയായി ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിയപ്പോഴും പാർട്ടിയോട് എനിക്ക് മത്സരിക്കണമെന്ന് ആവശ്യപ്പെടാത്ത ഒരു സാധാരണക്കാരൻ, പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിൽ സീറ്റുകൾ പങ്കുവെക്കാൻ അധികാരം കയ്യിലിരിക്കുമ്പോൾ എനിക്ക് മത്സരിക്കണ്ട എന്ന് പറഞ്ഞ് സഹപ്രവർത്തകർക്ക് അവസരം കൊടുത്ത ഒരു സാധാരണക്കാരൻ. അതാണ് സഖാവ് പന്യൻ. അദ്ദേഹത്തെ നാം തിരിച്ചറിയണം. ഇന്ന് അദ്ദേഹം ഞാൻ മത്സരിക്കാമെന്ന് ഓടിയണഞ്ഞ് ഇടതുപക്ഷ നേതൃത്വത്തേക്ക് വന്നതല്ല. ഈ രാജ്യത്തിന്റെ ആവശ്യകത അറിഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിന്റെ മുന്നേറ്റത്തിൽ ഇടതുപക്ഷത്തിലുള്ള പങ്ക് വ്യക്തമാക്കാൻ തലമുതിർന്ന നേതാവ് പാർലമെന്റിൽ വേണമെന്ന് പാർട്ടി തീരുമാനിക്കുമ്പോൾ, ഇടതുപക്ഷം തീരുമാനിക്കുമ്പോൾ തലകുലുക്കി സമ്മതിച്ചുകൊണ്ട് അർത്ഥസമ്മതത്തോടുകൂടി, എന്നാൽ ഹൃദയപൂർവ്വം സാധാരണക്കാർക്ക് വേണ്ടി മരിക്കുന്നവരെ പോരാടുമെന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ എടുത്ത തീരുമാനം പോലെ, 15-ാം വയസ്സിൽ എടുത്ത തീരുമാനം പോലെ ഈ 70 വയസ്സ് കഴിയുമ്പോഴും ആ ഉറച്ച തീരുമാനത്തിനൊപ്പം നിന്നുകൊണ്ട് പാർട്ടി പറയുന്നത് ഞാൻ ഏറ്റെടുക്കുന്നു എന്ന വികാര വായ്പോട് കൂടിയാണ് അദ്ദേഹം നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നത്. അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ദൗത്യവും കടമയും ഉത്തരവാദിത്വവുമാണ്. അദ്ദേഹത്തിന്റെ വിജയിപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം പാർലമെന്റിൽ ഉയർന്നു കേൾക്കേണ്ടത്, അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ശബ്ദമായി ഉയരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ള കാര്യം മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ BJPയെ മാറ്റി നിർത്തണം. ഇതാ ആബാലവൃദ്ധം ജനങ്ങളും പറയുന്നത്. എങ്ങനെ മാറ്റി നിർത്തും? മാറ്റി നിർത്തുമ്പോൾ ആരെയാ സ്വീകരിക്കേണ്ടത്? അവിടെ കോൺഗ്രസിനുള്ള അയോഗ്യത എന്താണ്? ഇടതുപക്ഷത്തിനുള്ള പ്രാധാന്യം എന്താണ്? ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. BJPയെ മാറ്റി നിർത്തണം എന്ന് ആഗ്രഹിക്കുന്നത് കലാപങ്ങളുടെ രാജാവായതുകൊണ്ടല്ല, അതുകൊണ്ട് മാത്രമല്ല, രാജ്യത്തിനെ ഭിന്നിപ്പിക്കുന്ന നിലപാടെടുക്കുന്നത് കൊണ്ട് മാത്രമല്ല, രാജ്യത്ത് ഞാനും നിങ്ങളും ജീവിക്കേണ്ട സാഹചര്യത്തിനെ ഉന്മൂലനം ചെയ്യാൻ അവർ ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല. ഗിരിജയും അൽഫോൺസയും സൈനമയും ഒരുമിച്ച് പഠിച്ച കാലഘട്ടത്തിൽ നിന്നും
അൽഫോൺസ, നീ ഇങ്ങോട്ട് കയറരുത് എന്ന് ഗിരിജ പഠിക്കുന്ന കാലഘട്ടത്തിലേക്ക് കടന്നു വന്നത് കൊണ്ട് മാത്രമല്ല, ഈ രാജ്യത്തിന്റെ അടിസ്ഥാന നിലനിൽപ്പിനെ അപകടപ്പെടുത്തുന്ന, ഉള്ളവനും ഇല്ലാത്തവനുമെന്ന ഭാവി ദുരന്തത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന BJP മാറ്റി നിർത്തണം എന്നുള്ളതാണ് ഈ രാജ്യം ആവശ്യപ്പെടുന്നത്. ഇവിടെ പെട്രോളിന്റെ വില വർദ്ധിച്ചതോ അല്ലെങ്കിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂട്ടുന്നതോ അതല്ലെങ്കിൽ ദൂരദർശന്റെ ലോകം മാറ്റിയതോ ഒക്കെ പ്രധാനപ്പെട്ടതാണ്. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അതിനേക്കാൾ അപകടകരമായ ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, ഇവിടെ 70 60 വയസ്സിനപ്പുറമുള്ള ആളുകൾക്കറിയാം, ഇന്ത്യ സ്വതന്ത്രയാകുമ്പോൾ ഈ രാജ്യം അർത്ഥപട്ടിണിയിലായിരുന്നു. അന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന മുതലാളി എന്ന് പറയുന്നത്, ഇന്നത്തെ ഭാഷയിൽ കോർപ്പറേറ്റ് എന്ന് പറയുന്നത് ടാറ്റ കമ്പനിയാണ്. ബെർലൈൻ ടാറ്റയിൽ അവരാണ് ഉപ്പുതൊട്ട് കർപ്പൂരം വരെ രാജ്യത്ത് നിർമ്മിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അവരുടെ പ്രത്യേകത എന്താ? അവരിന്ന് ലോക മുതലാളിമാരുടെ പട്ടികയിൽ 100 താഴെ. എന്തുകൊണ്ടാ? അവർ എടുക്കുന്ന ലാഭവിഹിതം ആ തൊഴിലാളികൾക്ക് പ്രതിമാസം പങ്കുവെച്ചുകൊണ്ടേയിരിക്കുന്നു. ടാറ്റ മോട്ടോഴ്സിന്റെ ഒരു സ്ഥാപനത്തിലാണ് എൻ്റെ മകൻ ജോലി ചെയ്യുന്നത്. വളരെ കുറഞ്ഞ ശമ്പളമാണെങ്കിലും, പക്ഷേ എല്ലാ മാസവും 15-ാം തീയതി ആകുമ്പോൾ ഇൻസെന്റീവായി ആ കമ്പനിയുടെ ലാഭവിഹിതത്തിന്റെ ഒരു ചെറിയ തുക തൊഴിലാളി കൃത്യമായി കൊടുക്കും.